കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 4 അതിൻ്റെ 4-ാമത്തെ വാക്യം. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിക്കുവിൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. ഒരു മനുഷ്യന് പാപത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് അകന്നിരിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. പാപത്തിലേക്കില്ലെങ്കിൽ ചിന്തകളിലൂടെ, പ്രവൃത്തികളിലൂടെ, സംസാരങ്ങളിലൂടെ പലപ്പോഴും പാപത്തിൻ്റെ ഒരു സ്വാധീനം നമ്മളിലേക്ക് വ്യാപരിക്കുന്ന ഒരു കാലം അല്ലേ. നമ്മുടെ മനുഷ്യ സഹജമായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും പാപത്തിൽ ജീവിക്കുന്നൊരു സാഹചര്യമുണ്ട്. വേദപുസ്തകത്തിൻ്റെ ആദിമ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പാപത്തിൻ്റെ ഒരു സ്വാധീനം ഏദൻ തോട്ടത്തിൽ കടന്ന് ഹവ്വായിലൂടെ അല്ലെങ്കിൽ ആദാമിലൂടെ അത് മനുഷ്യരിലേക്ക് വ്യാപരിക്കുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് അല്ലേ. അപ്പം പാപം എങ്ങനെയാണ് മനുഷ്യനിലേക്ക് കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ പാപം എന്ന് പറയുന്ന അനുസരണക്കേടാണ് ആദ്യത്തെ പാപത്തിൻ്റെ ഒരു വഴി തുറക്കലിന് കാരണമായി വന്നത്. സ്തോത്രം. എന്നാൽ ലോകത്തിൻ്റെ പാപത്തിൽ നിന്ന് ജനത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ രക്ഷിപ്പാൻ വേണ്ടിയുള്ള ന്യായപ്രമാണങ്ങളും നിയമങ്ങളും യാഗങ്ങളും കൽപ്പനകളും ഒക്കെ പഴയ നിയമത്തിൽ ദൈവം നൽകിയെങ്കിലും അത് പാപത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതിനേക്കാൾ ഉപരിയായി പാപത്തിലേക്ക് അവരെ അടുപ്പിക്കുന്ന, അല്ലെങ്കിൽ അതൊരു കോംപ്രമൈസ്ഡായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യം യാഗങ്ങളിലൂടെ പാപത്തിനൊരു വിമോചനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാപത്തിന് പരിഹാരം യാഗം. അപ്പം യാഗം ചെയ്തു കഴിഞ്ഞാൽ പാപം മോചിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് പഴയ നിയമത്തിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാപത്തിൽ നിന്ന് മനുഷ്യൻ അകലുകയല്ല, പകരം പാപം പിന്നെയും ചെയ്യാൻ പ്രേരകമായ ഒരു ശക്തിയായിട്ട് അത് മാറുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കപ്പെടുന്നുണ്ട് അല്ലേ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് പാപത്തിൽ നിന്ന് ജയിക്കാൻ കഴിയുക എന്നുള്ളത് കൃത്യമായിട്ട് പുതിയ നിയമത്തിൽ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടവരുന്നു. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ മനുഷ്യകുലത്തെ മുഴുവൻ പാപത്തിൽ നിന്ന് കർത്താവ് നമ്മെ എന്ത് ചെയ്തു? വിടിവിപ്പാൻ തക്കവണ്ണം ഇടവന്നു എന്നുള്ളത് സത്യമല്ലേ. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ പാപം ചെയ്യാതിരിക്കാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന ഒരു മനുഷ്യന് പാപം ചെയ്യാതിരിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നു, കർത്താവിൽ ഇല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പം പാപം ചെയ്യുന്നുവെങ്കിൽ അത് പൈശാചികത്തിൻ്റെ സ്പിരിറ്റ് അതിൻ്റെ പുറകിലുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ഒരു നാളും പാപം ചെയ്യുകയില്ല എന്നുള്ളതും കൃത്യമല്ലേ. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് ഞാൻ പറയാം, അങ്ങനെയെങ്കിൽ ദൈവത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നതാ? പുതുതായി ജനിക്കുക. നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും നമ്മൾ ജനിക്കുക. അങ്ങനെ വന്നാൽ മാത്രമേ പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. അപ്പം നമ്മുടെ കിടക്കമേൽ കർത്താവിനെ ധ്യാനിക്കാൻ നമ്മൾ ഒരുക്കപ്പെട്ടാൽ പാപത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായൊരു മോചനം ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം പാപത്തെ ഭയപ്പെട്ട് ജീവിക്കുകയല്ല, പാപത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞ് പാപത്തിന്മേൽ ജയമെടുത്ത യേശു ക്രിസ്തുവിൻ്റെ ജയാളിയെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നിശ്ചയമായി പാപത്തെ ജയിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ടാണ് തിരുവചന റോമാലേഖനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. അപ്പം പാപം നമ്മളിൽ കർത്തൃത്വം നടത്തുന്നുവെങ്കിൽ സ്തോത്രം, അതിൻ്റെ അർത്ഥം നമ്മൾ ന്യായപ്രമാണത്തിന് അധീനരാണ്. എന്നാൽ കൃപയ്ക്ക് അധീനരായി കഴിഞ്ഞാൽ പാപം നമ്മളെ നിയന്ത്രിക്കത്തില്ല, പാപത്തിൻ്റെ ചിന്തകൾ നമ്മളെ നിയന്ത്രിക്കത്തില്ല, പകരം ദൈവാത്മാവ് നമ്മെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ പാപരഹിതമായ ഒരു ജീവിതം നയിപ്പാൻ രാവും പകലും ഒരുപോലെ വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴ്പ്പെട്ട് ദൈവവചന പ്രകാരം മുന്നോട്ട് പോകുക സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.